കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾ കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾ കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ, അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവന്. നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ്, ഞാൻ ഈ ലോകത്തിൻ്റേതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയുവാൻ വിധിക്കുവാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയില്ല, കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് കേട്ടപ്പോൾ വളരെ പേർ അവരിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ഒരു ആഴ്ചക്കാലം നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് ഏറ്റവും ധൃതിയോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളൊക്കെ ഒരുക്കുമ്പോൾ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് എപ്പോഴും തരുന്നൊരു കാര്യം നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ഒരുക്കാനാണ്. ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ലോകരക്ഷകനായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ഒരു ജനത്തോട് അവനെ തിരുത്തിക്കൊണ്ട് ആ ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുന്നതാണ്. കാരണം ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഓരോ അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ ജീവിതം എങ്ങനെയോ മാഞ്ഞുപോയി. സ്നേഹമുള്ളവരെ, ആദ്യ വായനയിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം, ദൈവം അത്രത്തോളം സ്നേഹിക്കുകയും ദൈവം തിരഞ്ഞെടുക്കുകയും ചെയ്തൊരു ജനം ആ ഒരു ദൈവത്താൽ അവർ വാഗ്ദാന ഭൂമിയിലേക്ക് നയിക്കപ്പെടുമ്പോഴും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ദുരാശ എന്ന് പറയുന്നത് അവരുടെ പഴയ ജീവിതത്തിലേക്ക് പോകാനാണ്. ഒരു പക്ഷേ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈജിപ്താണ് അവരുടെ പഴയ ജീവിതം. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു പഴയ പാപജീവിതത്തിലേക്ക് പോകാനുള്ള ആ ഒരു പ്രവണത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുമ്പോഴും നമ്മളും ഈ ദംശനമേറ്റ് അല്ലെങ്കിൽ പാപത്തിൻ്റെ കൂപ്പുകുത്തിയിലേക്ക് നമ്മളും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളും നമ്മുടെ ജീവിതത്തിൽ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിരിച്ചറിയുക, ഈ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും മോചനം ലഭിക്കുന്നത് ക്രിസ്തുവാണ് എന്നുള്ള കാര്യം എപ്പോഴും തിരിച്ചറിയുക. അവരെ നോക്കി എല്ലാവരും സൗഖ്യം പ്രാപിച്ചു എന്ന് നമ്മൾ ആദ്യ വായനയിൽ വായിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം എന്നോളം പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോഴും ആ ഒരു പിച്ചള സർപ്പം ക്രിസ്തുവായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഉയർത്തപ്പെടുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഒരു പാപാവസ്ഥയിലേക്ക് ഞാനും നീയും തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. തിരിച്ചറിയുക, ഈ ഒരു ജീവിതത്തിൽ എപ്പോഴും തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് തിരുത്തലുകളും തീരുമാനങ്ങളും ജീവിതത്തിൽ സ്വീകരിച്ച് ആ ഒരു ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിട്ട് നിന്നുകൊള്ളാം എന്നുള്ള പ്രതിജ്ഞ നമ്മുടെ ജീവിതം കൊണ്ടെടുക്കാനാണ്. കാരണം നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെടുകയും യോഗ്യരാക്കപ്പെടുകയും അവരുടെ ഇഷ്ടജനമെന്ന് പലപ്പോഴും വിളിക്കപ്പെടുകയും ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ലോകത്തിൻ്റെതായുള്ള പ്രവണതകളിൽ പലപ്പോഴും പെട്ടുപോകുമ്പോഴും നമുക്ക് പറ്റുന്നത് ഈ ഈജിപ്തിലേക്കുള്ള നമ്മുടെ യാത്ര, അല്ലെങ്കിൽ ഒരു ഈജിപ്തിലേക്ക് തിരികെ പോകാം എന്നുള്ള പ്രതീക്ഷയും ആ ഒരു കാര്യവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നതാണ്. കാരണം അത്രത്തോളം ദൈവത്താൽ നയിക്കപ്പെടുകയും ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം അവർക്ക് നൽകുകയും ചെയ്യുന്നുള്ള കാര്യം പഴയ നിയമ വായനയിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എപ്പോഴും അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് പ്രവാചകന്മാരും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ കടന്നു വന്ന ഓരോ നേതാക്കന്മാരും ഉറപ്പാക്കുന്നത് ആ ദൈവം അവരെ സംരക്ഷിക്കുമെന്നുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു വായനയിലൂടെ കടന്നു പോകുമ്പോഴും മനസ്സിലാക്കുന്നത്
അവരത്രത്തോളം പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. പക്ഷേ മാനുഷികതയിൽ പലപ്പോഴും അവരായിരുന്നു കൊണ്ട് അവർ പഴയ പാപാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവർ പഴയ ഈജിപ്തിലേക്ക് ചെല്ലാൻ അല്ലെങ്കിൽ നൈമിഷികമായിട്ടുള്ള ആ ഒരു സുഖത്തിലേക്ക് പലപ്പോഴും കാലെടുത്ത് വയ്ക്കാൻ അവരുടെ ജീവിതം കൊണ്ട് പലപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പാപാവസ്ഥയിലേക്ക് തിരികെ പോകാനുള്ളൊരു പ്രവണത ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ തിരുത്തലുകളും തീരുമാനങ്ങളും എടുത്ത് പ്രതിജ്ഞതയോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആകാം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അവർ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർ ആത്മാവിനാൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടാനുള്ളൊരു കൃപ നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അന്ന് അവരോരോരുത്തരും ദംശനമേറ്റുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ കെട്ടുകളാണ് ഈ ദംശനം എന്നുള്ള കാര്യം തിരിച്ചറിയുക. ആ ഒരു കെട്ടുകളിൽ പലപ്പോഴും നമ്മൾ ആണ്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കും സൗഖ്യം നൽകാൻ പ്രാപ്തനായ ഒരാൾ അത് ക്രിസ്തുവാണ്. തിരിച്ചറിയുക. പുതിയ നിയമ വായനയിൽ ആ ക്രിസ്തു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ പലപ്പോഴും ഇരു അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അപ്പുറം പലപ്പോഴും തിരിച്ചറിയമില്ലാതെ അല്ലെങ്കിൽ അവരുടെ കൂടെയായിരിക്കുന്ന ഒരാളെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുമ്പോൾ സ്വയമേ തമ്പുരാൻ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ തമ്പുരാനെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപാവസ്ഥകളിൽ നിന്നും എൻ്റെ പാപ സാഹചര്യത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ എൻ്റെ ദൈവമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും ചേർത്ത് വയ്ക്കാം. അന്ന് അവർ ആ പിച്ചള സർപ്പത്തെ നോക്കി സൗഖ്യം പ്രാപിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉയർത്തപ്പെട്ട ആ ഒരു കുരിശുരൂപം അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തു ഇന്നും ആ ഒരു കുരിശിൽ സ്നേഹത്തോടെ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്നുള്ള ബോധ്യം, അതാണ് നമ്മുടെ ഭാവാവസ്ഥകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത്. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.